മറ്റൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് ഒരു ചെറിയ ട്രിപ്പിന് പോവാണ്. 2 ദിവസത്തെ ട്രിപ്പാണ്. എവിടെ ട്രിപ്പിന് പോകണമെന്നുണ്ടെങ്കിലും അവിടെ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നതിൻ്റെ ഡ്രസ്സാണ്. കാരണം ഒട്ടുമിക്ക ട്രിപ്പുകളിലും ഈ ഡ്രസ്സ് കോമൺ ആണ്. ഇതുവരെ അങ്ങനെ ട്രിപ്പുകളിന് വേണ്ടിയിട്ട് ഡ്രസ്സൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. ഇതൊരു ഡാൻസിന് വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ ഒരേപോലെ കളർ ഡ്രസ്സ് എടുത്തതാണ്. അപ്പോൾ അടുത്ത തവണ എന്തായാലും ട്രിപ്പിന് പോകുമ്പോഴെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെയുള്ളൊരു സ്ഥലത്താണ് പോകുന്നതെങ്കിൽ കൂടി നമ്മൾ എളുപ്പ വഴി പിടിച്ച് തമിഴ്നാട് ബോർഡറൊക്കെ കടന്നിട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ മറ്റെങ്ങോട്ടും അല്ല പോകുന്നത്, മൂന്നാറാണ്. ലാസ്റ്റ് ടൈം ഞങ്ങൾ മൂന്നാർ പോയത് 2020-ലാണ്. പിന്നെ ഇത്രയും ടൈം എടുത്തു ഞങ്ങൾ മറ്റൊരു മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കൂടെയുള്ളവർ മൂന്നാർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഇത്തവണത്തെ ട്രിപ്പ് മൂന്നാർ തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചതാണ്. ഞങ്ങൾ 2 ഫാമിലിയാണ് പോകുന്നത്. അപ്പം നമ്മൾ തമിഴ്നാട് ആ റൂട്ടാണ് പോകുന്നത്. അപ്പം 4.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ നോർമൽ ടൈമിലെത്തും. പക്ഷേ ഇത്തവണ മൂന്നാർ വെക്കേഷൻ ടൈമിൽ നമ്മൾ പോയതുകൊണ്ട് തന്നെ ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. നമ്മളുടെ ടൈമൊന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നിരുന്നാലും ഇത് മറ്റൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം മൂന്നാർ വന്നവർ മതിയും ഗതിയായി. നമ്മൾ കാറ്റാടിപ്പാടങ്ങളൊക്കെ കടന്നാൽ പോകുന്നത് കേട്ടോ. ആകാശമൊക്കെ നല്ല ക്ലിയർ സ്കൈ ആയിരുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള മേഘങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ 9ാം ക്ലാസ്സിലേക്ക് പോയി. അവിടെ സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ് എന്നൊക്കെ പറഞ്ഞ മേഘങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് അതൊക്കെ മനസ്സിൽ കൂടെ കടന്നുപോയി. അതുകൊണ്ട് തന്നെ ഒറ്റ മേഘങ്ങളെയും ഞാൻ വെറുതെ വിട്ടില്ല. അത്യാവശ്യം ഇത്തിരി വെറൈറ്റി പിടിച്ച എല്ലാ മേഘങ്ങളെയും ഞാൻ വീഡിയോസിൽ പകർത്തി കേട്ടോ. രാവിലത്തെ ഫുഡ് രാമശ്ശേരി ഇഡ്ഡലി ആക്കാമെന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. പിന്നെന്തോ സമയം ഇനി തെറ്റണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ദോശയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ആനമലൈ ടൈഗർ റിസർവിൽ കൂടെയാണ് പോകുന്നത്. ഈ പോകുന്നത് ആനമലൈ ടൈഗർ റിസർവാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ പോകുന്ന സമയത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് ഈ റൂട്ടൊക്കെ ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു കേട്ടോ. പ്രകൃതിയുടെ ദൃശ്യഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് അങ്ങനെ ഒരു ലോങ് യാത്രയാണ് നമ്മൾക്ക് ഇതിൽ കൂടെ ഉണ്ടാവുന്നത്. ഇടയ്ക്ക് കുരങ്ങന്മാരെയൊക്കെ കണ്ടിരുന്നു. പിന്നെ ഇടയ്ക്ക് പശുക്കളെയൊക്കെ കണ്ടിരുന്നു. പശു, കാള അതൊക്കെ അവിടെ അവർ നോക്കുന്ന പശുക്കളാണ്. അല്ലാതെ നമ്മൾക്ക് കാട്ടിലുള്ള മൃഗങ്ങളൊന്നും അങ്ങനെ നമ്മൾ കണ്ടില്ല. കാണാത്തത് ഭാഗ്യം. കണ്ടില്ല പറഞ്ഞ സങ്കടമൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ കുറേ കുരങ്ങന്മാരെ കണ്ടിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു അരുവി കണ്ടപ്പോൾ നമ്മൾ ഈ ഒരു മെയിൽ പോയതുകൊണ്ട് തന്നെ നല്ല ചൂടാണല്ലോ, വെള്ളമൊന്നും നമ്മൾ കാണാറില്ല. അതിനിടയ്ക്ക് അവിടെ ഒരു അരുവി കണ്ടപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം. പിന്നെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ കടന്നുപോയി. ചിന്നാറിൽ നക്ഷത്രാമകളും പറക്കുന്ന അണ്ണാനൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ ഇത്ര നേരം തമിഴ്നാട് ബോർഡറിൽ കൂടെ പോയി ഇപ്പോൾ നമ്മൾ വീണ്ടും കേരളത്തിലേക്ക് എത്തി. അങ്ങനെ വീണ്ടും നമ്മുടെ കേരളത്തിൻ്റെ ദൃശ്യഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് അങ്ങനെ നമ്മൾ പോവുകയാണ്. ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് കുറച്ച് പഴുത്ത മാങ്ങ വീട്ടിൽ നിന്ന് വലിച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊരു ഭാഗത്ത് നിർത്തിയിട്ട് അതൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. അതെനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ ഓർത്തില്ല. കാരണം കുട്ടികളൊക്കെ മടിയിലായതുകൊണ്ട് അതൊന്നും ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയില്ല. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ എത്തുന്നത് നമ്മളുടെ ഡെസ്റ്റിനേഷനിലാണ്. കാന്തളൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഇനി നമ്മൾ എത്തുന്നത്. ഈ ട്രിപ്പ് പോകുന്നതിന് തലേ ദിവസം നാട്ടിൽ വെയിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ബഹളത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫോൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ പറ്റിയില്ല. അത് കാരണം കൊണ്ടും കൂടെയാണ് പല വീഡിയോസും മിസ്സായത് കേട്ടോ. അപ്പോൾ കാറിൽ തന്നെ ചാർജ് കുറച്ച് നേരത്തിടും, പിന്നെ കുറച്ച് വീഡിയോ എടുക്കും, പിന്നെ കുറച്ച് നേരത്തേക്ക് ഇടും, കുറച്ച് വീഡിയോ എടുക്കും, അങ്ങനെയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ യാത്ര ചെയ്ത് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. അപ്പോൾ ഈ ഡെസ്റ്റിനേഷന് ശേഷമുള്ള കഥകൾ അടുത്ത വീഡിയോ ആയിട്ട് പറയാം. മറ്റൊരു വീഡിയോ ആയിട്ടാണ്.